ഫ്രണ്ട്ഷിപ്പിലായാലും എൻ്റെ ഏതൊരു റിലേഷൻഷിപ്പിലായാലും എൻ്റെ ഏതൊരു ബന്ധത്തിലായാലും ഞാൻ എൻ്റെ മാക്സിമം നിൽക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ ചത്തു നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. അത് അവർക്ക് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്ത് വന്നാലും അത് നമ്മുടെ ഫ്രണ്ടാണ്. അവർ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഫ്രണ്ടാണ്. നമ്മളത് തിരുത്താനുള്ളതാണെങ്കിൽ തിരുത്തും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. അങ്ങനെയൊക്കെ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്കൊരു താഴ്ച വന്നപ്പോൾ ഒരു അടി വന്നപ്പോൾ ഞാൻ അത്രയും നിന്നിട്ടുള്ള ആള് അല്ലെങ്കിൽ ആൾക്കാര് നമുക്കില്ലാതായി എന്നുള്ളത് വിഷമമുള്ളൊരു കാര്യമാണ്. യൂട്യൂബറും മോഡലുമായ ജാസ്മിൻ ജാഫർ അറിയാത്തവരായി ഇന്ന് മലയാളികൾ ആരുമുണ്ടാകില്ല. യൂട്യൂബിലൂടെ തന്നെ പരിചിതയായ ജാസ്മിൻ പിന്നീട് ബിഗ് ബോസ് സീസൺ 6 വന്നതിന് ശേഷമാണ് അനേകം ആളുകളിലേക്ക് ജാസ്മിനെ എത്താൻ സാധിച്ചത്. ബിഗ് ബോസിനുള്ളിലെ ജാസ്മിൻ്റെ ജീവിതം ജാസ്മിനെ ഒരുപാട് ഹേറ്റേഴ്സിനെയാണ് ഉണ്ടാക്കിയത്. എന്നാൽ അവൾ പുറത്തു വന്നതിന് ശേഷം അവളുടെ യഥാർത്ഥ ജീവിതം വീണ്ടും എടുക്കുകയും വളരെ സന്തോഷവതിയായിട്ടുള്ള ജീവിതം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ അവൾ പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിൽ നെഗറ്റീവ് ഉണ്ടാവാൻ കാരണം ജാസ്മിൻ ഗബ്രി കോംബോയായിരുന്നു. എന്നാൽ ആ ഒരു യഥാർത്ഥ സ്നേഹം ബിഗ് ബോസിന് പുറത്തു വന്നതിന് ശേഷവും അവർ കൈവിടാതെ സൂക്ഷിച്ചിരുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.